കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകനായ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച് പോലീസ്. KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ SFI പ്രവർത്തകൻ അഷ്റഫിനെയാണ് പോലീസ് സഹായിച്ചത്. അഷ്റഫ് പോലീസിന് മുന്നിൽ നിൽക്കുന്നതും രക്ഷപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. ഞങ്ങൾ ഒഴിച്ചല്ല, ഞങ്ങൾ അടുത്ത് പറഞ്ഞു, അടുത്ത് പറഞ്ഞു, മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതാണ് അവൻ ഞങ്ങളുടെ കൺമുന്നോട് ഓടിപ്പോണ ഞങ്ങൾ കണ്ടതല്ല. ഞങ്ങൾ നിങ്ങളുടെ മുന്നേ പറഞ്ഞതാണ്. അവൻ മോളിന്ന് താഴത്തേക്ക് ഓടി ഇറങ്ങി ഞങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെബിൻ കെ വിജയൻ ചേരുന്നു. ലെബിൻ, ഇതിപ്പോൾ പ്രതിയെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചത്? ഇതിൽ ആരാണ്, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ആരാണ് ആ പ്രതി? ഇത് ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം അടി കണ്ടുകൊണ്ട് പോലീസ് വരികയും ഈ അടിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടും പറഞ്ഞു വിടുകയാണോ ചെയ്യുന്നത്? മുടങ്ങിപ്പോയ കലോത്സവം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി ഹൈക്കോടതിയുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആരും ഈ ക്യാമ്പസിലേക്ക് പ്രവേശിക്കരുതെന്ന് ഉറപ്പുവരുത്തണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസ് ഇരു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളെ വിളിച്ച് യോഗം ചേരുകയും ഈ സംഘർഷത്തിന്റെ ഭാഗമായ ആരും ക്യാമ്പസിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പ് വാങ്ങുകയും ചെയ്തു. ഇതിനിടെ ഇന്ന് രാവിലെയാണ് കലോത്സവം പുനരാരംഭിക്കുന്നത്. ഈ സമയത്ത് ഈ കലോത്സവം ആരംഭിച്ചതിന് ശേഷം ഈ KSU പ്രവർത്തകരെ, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ള 6ാം പ്രതിയായിട്ടുള്ള അഷ്റഫ് എന്ന വിദ്യാർത്ഥി ഈ മാള കോളേജിലേക്ക്, ഹോളി ഗ്രേസ് കോളേജിലേക്ക് എത്തുകയും കലോത്സവം നിരീക്ഷിക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഈ സമയത്ത് KSUവിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളടക്കം ഇയാൾ നിൽക്കുന്നത് പോലീസിനെ അറിയിച്ചു. പക്ഷേ പോലീസ് എത്തുമ്പോഴും ഇയാൾ കൂസലില്ലാതെ പ്രതിയായ അഷ്റഫ് അവിടെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് KSUക്കാർ ആരോപിക്കുന്നത്. തുടർന്ന് പോലീസ് ഇയാൾക്കടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് പ്രതി ചെയ്തിരിക്കുന്നത്. KSUവിന്റെ ആരോപണവും പരാതിയും ഈ അഷ്റഫിനെ രക്ഷപ്പെടാൻ പോലീസുകാർ അവസരമൊരുക്കി എന്നുള്ളതാണ്. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ഡി-സോൺ കലോത്സവ വേദിയിലെത്തി SP-യോടക്കം പരാതി പറഞ്ഞിട്ടും ആ പരാതി പറഞ്ഞതിന് ശേഷവും ഈ അഷ്റഫ് എന്ന വിദ്യാർത്ഥി പ്രവർത്തകൻ ആ ക്യാമ്പസിൽ തന്നെ നിന്നു. പിന്നീട് പോലീസ് ഇയാളെ പിടികൂടാൻ എന്നുള്ള നിലയിൽ പുറകെ നടക്കുമ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. കൺമുന്നിലുണ്ടായിരുന്ന പ്രതിയെ അതേക്കുറിച്ചുള്ള വിവരങ്ങളും വ്യക്തമായ സൂചനകളും നൽകുകയും പരാതി അറിയിക്കുകയും ചെയ്തിട്ടും പോലീസ് പിടിച്ചില്ല എന്നുള്ളതാണ് ഈ KSUവിന്റെ ആരോപണം. അതനുസരിച്ച് കൊണ്ടുള്ള പ്രതിഷേധവും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള SFI പ്രവർത്തകൻ ഈ ക്യാമ്പസിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. നന്ദി ലെബിൻ. വിവരങ്ങൾക്ക് SFI പ്രവർത്തകനായ പ്രതി ഓടി രക്ഷപ്പെടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് പോലീസ് സഹായിച്ചതുകൊണ്ടാണെന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. നന്ദി ലെബിൻ വിവരങ്ങൾക്ക്.